ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മംഗൾ വാക്സ് 30 മീറ്റർ നോർത്ത് ഫ്രം ഹീസ് ഹൗസ്. അപ്പോൾ നമുക്ക് വരച്ചു പോയാലോ? ഫസ്റ്റ് മംഗൾ അങ്ങോട്ടേക്കാണ് 30 മീറ്റർ നോർത്തിലേക്ക് പോയി. എവിടെ നിന്നാണ്? വീട്ടിൽ നിന്ന്, ഹൗസിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എച്ച് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് 30 മീറ്റർ അങ്ങോട്ടേക്കാണ് പോയത്, നോർത്തിലേക്കല്ലേ. അപ്പം നോർത്തിന് അങ്ങോട്ടേക്ക് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. 30 മീറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ദെൻ ഹി ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 20 മീറ്റർ. അവിടെ നിന്ന് എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് 20 മീറ്റർ പോയി എന്നാണ് പറഞ്ഞുള്ളത്. അപ്പം നമുക്ക് അതും വരയ്ക്കാം. റൈറ്റ് സൈഡ് 20 മീറ്റർ. അത് കഴിഞ്ഞുള്ള പോയിന്റ് എന്താണ്? ഹി ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 30 മീറ്റർ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ടേൺ 30 മീറ്റർ പോയി. ഇങ്ങോട്ടേക്കല്ലേ വരിക റൈറ്റ്? 30 മീറ്റർ. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ് വരുന്നത്? ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 20 മീറ്റർ. പിന്നെ ലെഫ്റ്റിലേക്ക് 20 മീറ്റർ പോയി. പിന്നെ ലെഫ്റ്റ് എവിടെ വരിക? ഇങ്ങോട്ടേക്കല്ലേ ലെഫ്റ്റ്. അപ്പോൾ സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഈസ്റ്റിൻ്റെ അങ്ങോട്ടല്ലേ വരിക. എത്ര മീറ്ററാണ് പോയത്? 20 മീറ്റർ. അത് കഴിഞ്ഞുള്ള പോയിന്റ് എന്താണ്? ദെൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്ക് 10 മീറ്റർ. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോയി. എത്ര മീറ്ററാണ് വാക്ക് ചെയ്തത്? 10 മീറ്റർ. റൈറ്റ് താഴോട്ട് വരും, സൗത്തിലേക്ക്. 10 മീറ്റർ അല്ല അത് സഞ്ചരിച്ചത്. 10 മീറ്റർ അത് മാർക്ക് ചെയ്തു. ഫൈനലി ഹി ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് വാക്ക് 40 മീറ്റർ. പിന്നെ ലാസ്റ്റായിട്ടൊരു റൈറ്റ് എടുത്തു, 40 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ എങ്ങോട്ടൊക്കെയാണ് വരിക? ഇപ്പോൾ റൈറ്റ് സൗത്തിലേക്കാണ് നിൽക്കുന്നത്. റൈറ്റ് എങ്ങോട്ട് വരിക? വെസ്റ്റിലേക്കാണ് വരിക. നമ്മൾ സൗത്തിലേക്ക് നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര മീറ്ററാണ്? 40 അല്ലേ ലാസ്റ്റായിട്ട് സഞ്ചരിച്ചത്. 40 മീറ്റർ. ഒക്കെ നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കി നോക്ക്. ഇവിടെ 20 ഉണ്ട്, ഇവിടെയും 20 ഉണ്ട്. അപ്പോൾ ടോട്ടലി ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 40. അതേ ദൂരം തന്നെ ഇങ്ങോട്ടും സഞ്ചരിച്ചു, തിരിച്ചു. അപ്പോൾ എന്താണ്? ഹൗസിൻ്റെ അതേ ലൈനിലുണ്ടാവും ഈ ഫിനിഷിംഗ് പോയിന്റ്. അത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇതേ ലൈനിലാണ് ഫിനിഷിംഗ് പോയിന്റും വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ മെനി മീറ്റേഴ്സ് ഈസ് മംഗൾ നൗ ഫ്രം ഹീസ് ഹൗസ്? ഹൗസിൽ നിന്ന് എത്ര ദൂരത്തിലാണ്, ഏത് ഡയറക്ഷനിലാണ് ഉള്ളതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ദൂരത്തിലാണുള്ളത്? നമുക്ക് സുഖമായിട്ട് പറയാം. 30 മീറ്റർ ഹൗസിൽ നിന്ന് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അതേ 30 മീറ്റർ താഴോട്ടേക്കും വന്നു. പിന്നെ സ്ട്രെയിറ്റ് ലൈനിൽ 20 പോയി. അത് കഴിഞ്ഞിട്ട് 10 മീറ്റർ താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഈ 10 മീറ്റർ ഈ ഗ്യാപ്പ് ഉണ്ടാവുക. 10 മീറ്ററാണ് വരിക. ഈ ഗ്യാപ്പ് 10 മീറ്റർ. അപ്പോൾ ആൻസർ 10 മീറ്ററിലുള്ളതായിരിക്കും ആൻസർ വരിക. അങ്ങനത്തെ എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. 1ഉം 4ഉം 10 മീറ്ററാണ് വരുന്നത്. പിന്നെ ഡയറക്ഷൻ ഹൗസിൽ നിന്ന് എങ്ങോട്ടേക്കാണ് വരിക? ഹൗസിൽ നിന്ന് സൗത്ത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 4ാമത്തെ ഓപ്ഷൻ, 10 മീറ്റർ സൗത്ത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രവി സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ ആൻഡ് ഡ്രൈവ് 8 കിലോമീറ്റർ ടുവേഴ്സ് വെസ്റ്റ്. രവി എവിടെ നിന്നാണ്? പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പോയിന്റ് എ കൊടുക്കാം. എങ്ങോട്ടേക്കാണ്? വെസ്റ്റിലേക്കാണ് പോയത്. എത്ര കിലോമീറ്റർ ആണ്? 8 കിലോമീറ്റർ പോയി. അപ്പോൾ മാർക്ക് ചെയ്യാം. വെസ്റ്റിലേക്ക്
8 കിലോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് തന്നിട്ടുള്ളത്? ഹീ ദെൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ ഡ്രൈവ് 5 കിലോമീറ്റർ. അവിടുന്ന് ലെഫ്റ്റിലേക്ക് 5 കിലോമീറ്റർ പോയി. അപ്പോൾ ഇപ്പം എങ്ങോട്ടേക്കാണ്? വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സൗത്തിൻ്റെ അങ്ങോട്ടേക്കല്ലേ വരിക. നമ്മൾ അവിടെ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റൈറ്റും ലെഫ്റ്റും കിട്ടും. അപ്പോൾ സൗത്തിൻ്റെ അങ്ങോട്ടേക്കാണ് വരിക. അതെത്രയാണ് ദൂരം സഞ്ചരിച്ചത്? 5 കിലോമീറ്റർ. ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ 5 അടയാളപ്പെടുത്താം. പിന്നെന്താണ്? ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് 19 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോയി 19 കിലോമീറ്റർ സഞ്ചരിച്ചു. അത് മാർക്ക് ചെയ്യാം. ലെഫ്റ്റിന് എങ്ങോട്ടാണ് വരിക? സൗത്തിലേക്കാണ് ഇപ്പം ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പം ഈസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് വരും. എത്രയാണ് സഞ്ചരിച്ച ദൂരം? 19 കിലോമീറ്റർ. 19 കിലോമീറ്റേഴ്സ്. 19 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്ത് പോവാം. ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ച ദൂരം, ഹൊറിസോണ്ടലി സഞ്ചരിച്ച ദൂരം എത്രയാണ്? 8 കിലോമീറ്റർ. ഇങ്ങോട്ടേക്ക് 19മായി. അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ചൂടെ? ഇത്രയും 8 കിലോമീറ്റർ ഉണ്ടാവും. ബാക്കി എത്രയാണ്? 11. 8ഉം 11ഉം 19 ആയല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ബാക്കിയുള്ളത് എന്താണ്? ഹീ ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് ഡ്രൈവ് 2 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോയി 2 കിലോമീറ്റർ. അത് മാർക്ക് ചെയ്യാം. ഇപ്പം ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് എങ്ങോട്ടേക്കാണ് വരിക? സൗത്തിലേക്കാണ് വരിക. റൈറ്റിലേക്ക് 2 കിലോമീറ്റർ. ഹീ ടേക്സ് എ ഫൈനൽ റൈറ്റ് ടേൺ ഡ്രൈവ് 11 കിലോമീറ്റർ ആൻഡ് സ്റ്റോപ്പ് അറ്റ് പോയിന്റ് ബി. ഇപ്പോൾ 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ഒരു റൈറ്റ് ടേൺ കൂടെ എടുത്തു. എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? 11 കിലോമീറ്റർ. അപ്പോൾ റൈറ്റ് ഇപ്പം എങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്? സൗത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് എങ്ങോട്ടാണ് വരിക? വെസ്റ്റിൻ്റെ അങ്ങോട്ടല്ലേ വരിക. 11 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നും പറഞ്ഞു. 11 കിലോമീറ്റർ. ഇവിടെയല്ലേ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 11 വരിക. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതെല്ലാം ഒറ്റ ലൈനിലാണല്ലോ വരിക. 11 കിലോമീറ്റർ ഇവിടേക്ക് സഞ്ചരിച്ചു. ഇതാണ് പോയിന്റ് ബി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം ഇനി. ഹൗ ഫാർ ആൻഡ് ടുവേഴ്സ് വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എ ഫ്രം പോയിന്റ് ബി. അതായത് പോയിന്റ് ബിയിൽ നിന്ന് പോയിന്റ് എയിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്താനുള്ള ദൂരം കണ്ടുപിടിച്ചുകൂടെ? ഇത് ഒറ്റ സ്ട്രെയിറ്റ് ലൈനാണ്. അന്നേരം വെർട്ടിക്കലായിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് എന്താണ്? 5 കിലോമീറ്റർ വരും. പിന്നെ 2 കിലോമീറ്റർ. അത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 7 കിലോമീറ്റർ വരും. അപ്പോൾ 7 കിലോമീറ്ററിൻ്റെ ഒറ്റൊരു ഓപ്ഷനെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ്. ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? നോർത്ത് അല്ലേ. ബിയിൽ നിന്ന് നോർത്തിലാണ് എ ഉള്ളത്. അപ്പോൾ നോർത്ത്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പം 7 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റഹ്മാൻ ഗോസ് 20 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത് ഫ്രം എ ഫിക്സഡ് പോയിന്റ് എഫ്. റഹ്മാൻ എങ്ങോട്ട് പോയി? എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് 20 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. വരയ്ക്കാം. 20 കിലോമീറ്റർ നോർത്ത്. അത് കഴിഞ്ഞിട്ടോ? ദെൻ ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റ് ഹി ഗോസ് 15 കിലോമീറ്റർ. അവിടുന്ന് റൈറ്റിലേക്ക് 15 കിലോമീറ്റർ പോയി. എത്ര? 15 കിലോമീറ്റർ. ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റ്. പിന്നെയും റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. നേരം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൻ്റെ അവിടെ തന്നെ എത്തും കേട്ടോ. അതായത് ലെവല് വെർട്ടിക്കലായിട്ട് വരുന്ന ലെവല്. 20 കിലോമീറ്റർ താഴോട്ടേക്കും സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഹൗ ഫാർ ആൻഡ് ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് ഹി നൗ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എഫ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എഫിൽ നിന്ന് എത്ര ദൂരത്തിലാണ്, ഏത് ഡയറക്ഷനിലാണ് ഇപ്പം
റഹ്മാൻ ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈസ്റ്റ് അല്ലേ വരിക. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആകെ 4ാമത്തെ മാത്രമല്ലേ ഉള്ളൂ. ഈസ്റ്റ്. പിന്നെ കിലോമീറ്റർ നോക്കാൻ സുഖമല്ലേ. 20 കിലോമീറ്റർ മുകളിലേക്ക് പോയി, 20 കിലോമീറ്റർ താഴോട്ട് വന്നു. പിന്നെ ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 15 കിലോമീറ്റർ. അപ്പോൾ തിരിച്ചും 15 കിലോമീറ്റർ വന്നാലല്ലേ പോയിന്റ് എഫിലെത്തുള്ളൂ. അപ്പോൾ 15 കിലോമീറ്റർ ടുവേഴ്സ് ഈസ്റ്റ്. 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 4ാമത്തെ ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഷ്തോഷ് വാക്ക് 90 മീറ്റർ ടുവേഴ്സ് നോർത്ത് ഫ്രം ഹീസ് ഹൗസ്. അതായത് വീട്ടിൽ നിന്ന് 90 മീറ്റേഴ്സ് നോർത്തിലേക്ക് പോയി. 90 മീറ്റേഴ്സ് നോർത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടോ ദെൻ ഹീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 110 മീറ്റർ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് ഇടത്തോട്ട് എത്ര പോയി? 110 മീറ്റർ പോയി. ഇടത് 110 മീറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഹീ അഗെയിൻ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 150 മീറ്റർ. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി. ഇപ്പം വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ലെഫ്റ്റ് എങ്ങോട്ടേക്കാണ് വരിക? സൗത്തിൻ്റെ അങ്ങോട്ടേക്കല്ലേ വരിക. 150 മീറ്ററാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതും വരയ്ക്കുക. 150 മീറ്റർ. ഹീ ദെൻ ടേൺസ് ലെഫ്റ്റ് അഗെയിൻ ആൻഡ് കവർ എ ഡിസ്റ്റൻസ് ഓഫ് 130 മീറ്റർ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് എത്ര പോയി? 130 മീറ്റർ പോയി. ആ ലെഫ്റ്റ് ഇങ്ങോട്ടേക്കല്ലേ വരിക. മുകളിൽ 110 പോയിട്ടുള്ളത് ഹൊറിസോണ്ടലായിട്ട്. ഇവിടെ 130. അപ്പോൾ അതിലും കൂടുതൽ വരുമല്ലോ. 130 മീറ്റർ പോയി. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അഷ്തോഷ് നൗ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഡയറക്ഷനിലാണുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതെന്താണ്? ഈസ്റ്റ്. ഇത് സൗത്ത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലല്ലേ എന്തായാലും വരുള്ളൂ. കാരണം എന്താണ്? 110ൻ്റെ കൂടുതൽ സഞ്ചരിച്ചു. 110 കഴിഞ്ഞിട്ട് 20 മീറ്ററും കൂടെ വന്നു. അപ്പോൾ എന്തായാലും സൗത്ത് ഈസ്റ്റിലേ വരുള്ളൂ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടൗൺ സി ഈസ് സൗത്ത് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ടൗൺ എ ആൻഡ് ബി. ടൗൺ എയും ബിയും ഉണ്ട്. അതിൻ്റെ നടുക്കൊരു മിഡ് പോയിന്റ് ഉണ്ട്. ആ മിഡ് പോയിന്റിൻ്റെ സൗത്തിലാണ് ആരുള്ളത്? ടൗൺ സി ഉള്ളത്. സി മാർക്ക് ചെയ്തല്ലോ. ഇനി ബാക്കി നോക്കാം. ടൗൺ ബി ഈസ് ടു ദി ഈസ്റ്റ് ഓഫ് ടൗൺ എ. ടൗൺ എയിൻ്റെ ഈസ്റ്റിൽ ആരാണുള്ളത്? ടൗൺ ബി ഉള്ളത്. അതല്ല നമ്മളിവിടെ മാർക്ക് ചെയ്തത്. കറക്റ്റാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എടുത്തു. അപ്പം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ടൗൺ എയിൻ്റെ ഈസ്റ്റിലാണ് ടൗൺ ബി ഉള്ളതെന്നാണ് 2ാമത്തെ പോയിൻ്റായി തന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ മാറ്റമൊന്നും വരുത്താനില്ല. ടൗൺ ഡി ഈസ് വെസ്റ്റ് ഓഫ് ടൗൺ സി. ടൗൺ സിൻ്റെ വെസ്റ്റിലാണ് ടൗൺ ഡി ഉള്ളത്. ഡി നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. ടൗൺ എം ഈസ് നോർത്ത് ഈസ്റ്റ് ഓഫ് ടൗൺ ബി. ടൗൺ ബിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് ടൗൺ എം ഉള്ളത്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ വരും അല്ലേ. ഇവിടെയായിട്ടാണ് ടൗൺ എം ഉള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ടൗൺ ഡി വിത്ത് റെസ്പെക്ട് ടു ടൗൺ എം. ടൗൺ എമ്മിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ടൗൺ ഡി ഉള്ളതെന്നാണ്. ഏത് ഡയറക്ഷനിലാണ്? ഇതാണ് ടൗൺ എം. ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. എന്തായാലും സൗത്തും വരില്ല, എന്തായാലും വെസ്റ്റും വരില്ല. പിന്നെ വരാനുള്ള എന്താണ്? സൗത്ത് വെസ്റ്റ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ
സെക്കൻഡ് ഓപ്ഷൻ സൗത്ത് വെസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രാം ഈസ് ടു ദി സൗത്ത് വെസ്റ്റ് ഓഫ് അഭിഷേക്. അഭിഷേകിന്റെ സൗത്ത് വെസ്റ്റിലാണ് രാം ഉള്ളത്. അപ്പൊ അഭിഷേക് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരിക? ഇവിടെയല്ലേ വരിക? സൗത്ത് വെസ്റ്റിലാണ് ആരുള്ളത്? രാം. അർജുൻ ഈസ് ടു ദി നോർത്ത് ഓഫ് രാം ആസ് വെൽ ആസ് ടു ദി വെസ്റ്റ് ഓഫ് അഭിഷേക്. അഭിഷേകിന്റെ വെസ്റ്റിൽ അർജുനാണ്, അതേപോലെ തന്നെ രാമന്റെ നോർത്തിലും ആരാണ്? അർജുനാണ്. അപ്പൊ അർജുൻ ഇവിടെ കൊടുത്താലോ? അർജുൻ. പിന്നെ അടുത്ത എന്താണ്? പൂജ ഈസ് ടു ദി വെസ്റ്റ് ഓഫ് അർജുൻ. അർജുന്റെ വെസ്റ്റിലാണ് ആരുള്ളത്? പൂജ. അപ്പൊ പൂജ ഇവിടെ വരുമല്ലോ. പൂജേന്റെ പൊസിഷനും കിട്ടി. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് പൂജ വിത്ത് റെസ്പെക്ട് ടു അഭിഷേക്. അഭിഷേകിന്റെ എവിടെയാണ് പൂജ ഉള്ളത്? അഭിഷേകിന്റെ വെസ്റ്റിലല്ലേ. അഭിഷേക് ഇവിടെ വരുന്നു, പൂജ ഇവിടെ വരുന്നു, വെസ്റ്റ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നാലാമത്തെ ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.